എല്ലാ കൂട്ടുകാർക്കും ഹെവൻലി വ്യൂസിലേക്ക് സ്വാഗതം. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് സ്റ്റുഡൻസിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വ്ളോഗ്സ് ഇടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ നേരിൽ കണ്ട കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കണ്ടില്ലേ, കുട്ടി വ്ളോഗർ എൻ്റെ മകളാണ് കേട്ടോ. എന്നെ പഠിപ്പിക്കുക ഇങ്ങനെ എടുക്കണമെന്നൊക്കെ. ഇത് ഓൺ ദ വേ ടു ജയ്പൂരാണ്. ജയ്പൂർ അറിയാമല്ലോ അല്ലേ, രാജസ്ഥാൻ്റെ തലസ്ഥാന നഗരിയാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ എങ്കിൽ പോലും പലപ്പോഴും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ പോകുന്ന വഴിക്ക് സീനറിയൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആണ്. അത് കണ്ടപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഇത് നമുക്ക് വ്ളോഗായിട്ട് ഇട്ടാലോ എന്ന് വിചാരിച്ചത്. പോയപ്പോൾ കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചു എങ്കിൽ പോലും ഞങ്ങൾ അതൊന്നും വീഡിയോസ് എടുത്തില്ല. കുറേ ഫാമിലി ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് അങ്ങനെ ഫസ്റ്റ് വീഡിയോ ആണ്ട് അതിൽ അധികമായിട്ട് വീഡിയോസ് ഒന്നുമില്ല. എങ്കിലും ഇത് ചെറിയൊരു തുടക്കം എന്ന രീതിയിൽ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്തേക്കുകയാണ്. ഇനിയും അടുത്ത പ്രാവശ്യം എന്തായാലും ഇതിൻ്റെ എല്ലാ വീഡിയോസും എടുത്ത് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ഇച്ചിരി കാലാവസ്ഥയൊക്കെ ഇച്ചിരി മോശമാണെങ്കിൽ പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇതാണ് ജൽമഹൽ. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ ചെന്ന് നിന്നാൽ അവിടുന്ന് പോരാൻ തോന്നുകയില്ല. അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ വാട്ടർ പാലസ് എന്ന് അറിയപ്പെടുന്നത്. മാൻ സാഗർ ലേക്ക് ലാൻഡ് നടുവിലാണ് ഇതുള്ളത്. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഇത് പണി കഴിപ്പിച്ചത്. അതുപോലെ തന്നെ അതേ വർഷം തന്നെ അതേ രാജാവ് തന്നെ പണി കഴിപ്പിച്ച ഈ ഹവാ മഹൽ ചരിത്ര പ്രധാനമുള്ളതാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ നമ്മൾ ഈ ചൂടും അതുപോലെ തന്നെ ഈ മരുഭൂമിയുടെ വിഷയങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഹവാ മഹലാണ്. കണ്ടില്ലേ, ആകാശം ചുംബിച്ച് നിൽക്കുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ. പക്ഷെ വീഡിയോസ് ഒന്നും നമ്മുടെ കയ്യിലില്ല, മറ്റൊരവസരത്തിൽ എടുക്കുന്നതായിരിക്കാം. ഇത് ഈ 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് തന്നെ പണി കഴിപ്പിച്ചതാണ്. ഇതിൻ്റെ ഉദ്ദേശം പർപ്പസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കാം, കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കാം. ഇതൊരു പ്രൈവറ്റ് വ്യൂയിങ് സ്പേസ് ആണ്. അതായത് റോയൽ വിമന് വേണ്ടിയുള്ളത്. അവർക്ക് ഫെസ്റ്റിവൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യാനും, താഴെ തെരുവാണല്ലോ, റോഡാണ്. അപ്പോൾ അവിടെ അവർക്ക് കാഴ്ചകൾ കാണാനൊക്കെ. പക്ഷെ അവരെ ആരും കാണാനും പാടില്ല, അങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ ആയിരുന്നല്ലോ. അതിനുവേണ്ടി പണി കഴിപ്പിച്ചതാണ്. 953 വാതിലുകൾ, അതായത് ജർക്കോകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി എല്ലാം കാണുവാനൊക്കെ സാധിക്കും. പക്ഷെങ്കിൽ വ്ലോഗ് ചെയ്യുമെന്ന് ഒരു ശകലമെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു എങ്കിൽ അതൊക്കെ എടുക്കാമായിരുന്നു. അതൊന്നും ഇല്ല. കുറേ ഫാമിലി ഫോട്ടോസ് മാത്രം എടുത്ത് പോന്നിട്ടേ ഉള്ളൂ. മറ്റൊരവസരത്തിൽ നിങ്ങളെ ഇതൊക്കെ കാണിക്കുന്നതായിരിക്കാം. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശങ്ങൾ, പാലസ് ആണ്. ഒരു ഭവനമെന്ന് വേണമെങ്കിൽ പറയാം, അതാണ്. പക്ഷെ അതിന് ചുറ്റുമുള്ളവർ ഇവിടെ നിന്നാൽ പോലും നമ്മുടെ ഏതോ ഒരു നമ്മുടെ എന്താ പറയുക പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടങ്ങ് പോകും നമ്മുടെ മനസ്സിനെ. നമ്മളൊരു ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ വലിയ വലിയ ഹൈടെക് സിറ്റികളിലൊന്നും നിൽക്കുന്ന ഒരു അവസ്ഥയല്ല ഇവിടെ. ഫീൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു 50-100 വർഷം പുറകിലോട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുമെന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, ഒരു ശാന്തി കിട്ടും. നമ്മുടെ റോഡിൻ്റെ 2 സൈഡ് നോക്കിയാൽ തന്നെ ഇതേപോലെ തന്നെ കളറുകളും ഇതേപോലെ ഷേപ്പൊക്കെ ഉള്ള കെട്ടിടങ്ങളൊക്കെയാണ്. എല്ലാം പഴയതാണ്, പുതിയതായിട്ടൊന്നുമേ കാണാനില്ല. പുതിയതായിട്ടുള്ള ഡിസൈൻ ചെയ്തോ അങ്ങനെയൊന്നുമില്ല. അവിടെ നമുക്ക് നിന്നാൽ ഭയങ്കര അതിൻ്റെ റോഡ് സൈഡിലാണ് ഇതുള്ളത്. നമുക്ക് ഫുള്ളായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇത് അവിടെയുള്ള ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത് തന്നുകൊണ്ടാണ് ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മളെടുത്ത ഫോട്ടോ പോലും കിട്ടുകയില്ല ചോദിക്കുന്നേരെ. അതുപോലെ തിരക്കുള്ള റോഡാണെങ്കിൽ പോലും വളരെ നമുക്ക് കാം ഫീലാണ് അവിടെ ഉള്ളത്. അത് നമ്മുടെ ആ പ്രദേശങ്ങളിലൊക്കെ 2 സൈഡും ഒക്കെ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. മറ്റൊരവസരത്തിൽ വീഡിയോയിലൂടെ എല്ലാം കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് ജന്തർ മന്ദറിൻ്റെ എൻട്രൻസ് ആണ്. ഇത് ഒറ്റൊരു ഫോട്ടോ വേണ്ടത്. എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. ഇത് ഹവാ മഹലിൻ്റെ പുറത്തുള്ള വ്യൂ ആണ്.
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാരണം റോഡ് സൈഡിലായ കാരണത്താൽ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോയും അതുപോലെ ഫോട്ടോസൊന്നും കിട്ടില്ല. അതുപോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ യാത്ര ഉള്ളപ്പം തന്നെ ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ്. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണുവാനായിട്ട്. കണ്ടില്ലേ ദൂരം തിരക്കാണെന്നറിയാമോ? പക്ഷേങ്കിൽ അവിടെ വിസിറ്റേഴ്സ് ഇന്ന് ഇച്ചിരി കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദീപാവലി ടൈമാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്ന് ഭയങ്കര ബാഡ് ലക്കായിരുന്നു. കാരണം എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ആളുകൾ വളരെ കുറവാണിന്ന്. എല്ലാവരും രാജസ്ഥാൻ്റെ ഇവിടുത്തെ നോർത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണല്ലോ ദീപാവലി. ഇവിടെയും ഞങ്ങൾ നഹർഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടെയൊക്കെ ആണെങ്കിൽ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. സഫാരി നമുക്ക് മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റുമായിരുന്നു. അതൊന്നും